ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അനുപമ പരമേശ്വരൻ ധന്യ വർമ്മയ്ക്ക് കൊടുത്തിരിക്കുന്ന ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ വലിയ രീതിയിൽ തന്നെ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും നാർസിസ്റ്റിക് ബിഹേവിയർ ഉള്ള ഒരാളുടെ ഒപ്പം ഇത്രയും നാളും റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയെന്നും പിന്നീട് അതിൽ നിന്ന് പുറത്ത് വന്ന കാര്യങ്ങളൊക്കെ തന്നെ വിശദമായിട്ട് പുള്ളിക്കാരി അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ധ്രുവ് വിക്രമിന് എന്താണ് പറയാനുള്ളത് എന്നുള്ള രീതിയിലുള്ള കുറച്ച് അഭ്യൂഹങ്ങൾ അവിടെ ഇവിടേക്ക് ഇങ്ങനെ പരക്കുന്നുണ്ടായിരുന്നു. ന്യൂസ് ചാനൽസിന്റെ ആർട്ടിക്കിൾസ് ഇവർ പടച്ചുവിടുന്നതിനകത്ത് ധ്രുവ് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നുള്ള സാധനങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. എവിടെ വെറുതെ ഏതോ ഒരു സ്റ്റോറി ഇട്ടതിനൊക്കെ തന്നെ എനിക്കൊന്ന് മനോരമ ഓൺലൈനിലാണെന്ന് തോന്നുന്നു ധ്രുവ് വിക്രമത്തിന്റെ മറുപടി ഇത് അനുഭവിക്കോ എന്നൊക്കെ പറഞ്ഞ കുറച്ച് സംഭവങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലാണെങ്കിൽ ഇന്ത്യ ടുഡേ റൗണ്ട് ടേബിൾ എന്ന് പറയുന്ന പ്രോഗ്രാമിനകത്ത് ധ്രുവ് വിക്രം എന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അത് വിശദമായിട്ട് ഇപ്പം അനുപമ പരമേശ്വരൻ റിലേറ്റഡ് ആയിട്ട് അനുപമ പുള്ളിക്കാരുടെ പേര് പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, എന്നാൽ പറയാതെ പറഞ്ഞു എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, അതെന്താണെങ്കിലും കറക്റ്റ് അതേപോലെ കൊണ്ടുവച്ചിട്ടുണ്ട്. പക്ഷെ അതിനകത്തിലെ ഓഡിയൻസ് തന്നെ സംഭവം ഇത് തൂക്കിയിട്ടുണ്ട്. ഇതെന്തോന്നും ധ്രുവ് വിക്രമിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണെന്നൊക്കെ ചോദിച്ചിട്ടുള്ള കമന്റ് ബോക്സിൽ തന്നെ ആൾക്കാർ ഭയങ്കരമായിട്ട് നമ്മുടെ തമിഴ് ബഡീസ് എല്ലാവരും കൂടെ വന്ന് അതിനകത്ത് കമന്റ് കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ധ്രുവ് വിക്രമിലോട്ടും പുള്ളി പറഞ്ഞേക്കുന്ന കാര്യങ്ങളിലോട്ട് വരാം. അതിന് മുന്നേ തന്നെ ഈ അനുപമ പരമേശ്വരൻ റിലേറ്റഡ് ആയിട്ടുള്ള ഈ വിഷയത്തിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് ഈ ഒരു നാർസിസ്റ്റിക് ബിഹേവിയർ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ ഒരു സംഭവങ്ങളെ പറ്റിയുള്ള എൻ്റെ ഒരു POV ഉണ്ട്, അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് അതിലോട്ട് വരാം. പിന്നെ ധ്രുവ് വിക്രമിന്റെ ഇതാണ് കാണണം എന്നുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇവിടെ ടൈം സ്റ്റാമ്പ് ചെയ്ത് ടൈം ഇവിടെ ഞാൻ കൊടുക്കാം, എവിടെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാണെങ്കിലും അനുപമ പരമേശ്വരൻ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഭയങ്കര ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട് അബൌട്ട് നാർസിസിസം. പീപ്പിൾ തിങ്ക് നാർസിസിസ്റ്റ് എന്ന് പറഞ്ഞ ആൾക്കാർ ദേ ലവ് ദംസെൽഫ് എ ലോട്ട്, ബട്ട് ആക്ച്വലി ദേ ഹേറ്റ് ദംസെൽഫ്. ദേ ആർ ദ മോസ്റ്റ് ഇൻസെക്യൂർ പീപ്പിൾ യു ക്യാൻ ഫൈൻഡ്. ദേ ഹാവ് നോ സെൽഫ് വർത്ത്. ദേ ആർ ലൈക്ക് എംപ്റ്റി വെസൽ ബേസിക്കലി. സോ അവർക്ക് ബേസിക്കലി വേണ്ടത് കൺട്രോളാണ്. Because they have nothing. They want a validation about themselves constantly. They are attention seekers. They need validation to survive. Adana avരുടെ supply. So now നമുക്ക് വിചാരിക്കാം അപ്പോൾ then they can find a girl who is like പാവമായിട്ടുള്ള പറഞ്ഞത് കേൾക്കുന്ന പെൺകുട്ടിയെ. No. The opposite poles attract. They attract someone who is extremely different from that. Okay. By extremely confident ആയിട്ടുള്ള, independent ആയിട്ടുള്ള, a person who feels extremely secure. അങ്ങനത്തെ ഒരു ആൾക്കാരെ they target them. And they try to observe them. They kind of mirror them. And then emotionally നമ്മളെ എങ്ങനെ ട്രാപ്പ് ചെയ്യാന്നുള്ളത് അവർക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. They're extremely good performers. അവരുടെ വീടിൻ്റെ അകത്ത് അവർ ക്ലോസ് പീപ്പിളിൻ്റെ അടുത്തൊരു രീതിയിലും when they step out of that house they're a total different person. They'll be the most charismatic, the most gentle, kind, shy, charming, very very charming kind of people. So in the initial days they show a version of that to you and they identify your weakness. അപ്പോൾ generally they target empaths who has a lot of empathy. അപ്പോൾ എൻ്റെ ഒരു വിഷയത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ I'm an empath. അവർ നമ്മൾ ബേസിക് നേച്ചേഴ്സിനെ ഒബ്സർവ് ചെയ്ത് they try to kind of mirror us. അതായത് നമ്മുടെ വാല്യൂസും അവരുടെ വാല്യൂസും ഏകദേശം ഒരേപോലെയാണ്. ലൈക്ക് ഇപ്പം ഞാനൊരു കുറേ ട്രോമകളിലൂടെ കടന്നു പോയതാണ്. അപ്പോൾ they will also like slowly start opening up about their traumas and whatever they went through. So we start kind of feeling or empathy or sympathy, connection തോന്നും. Then we start talking about us. അപ്പോൾ this person would want to know more about us. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഇന്നേ വരെ ഒരാളും ചോദിക്കാത്ത അത്ര ഇൻഫർമേഷൻസ് നമ്മളെ കുറിച്ച് ചോദിക്കുകയും നമ്മൾ അത്രയധികം ഡീപ്ലി മനസ്സിലാക്കുന്ന സമയത്ത് what we psychologically feel is that it's a twin flame. Like vulnerable ആവാണ്, നമ്മൾ extremely vulnerable ആവാണ്. And this love feels so right. They are very very convincing with their performance that it feels so right that you get so connected to the person that you feel like എൻ്റെ അച്ഛനും അമ്മയും പോയിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരാൾക്ക് പോലും ഇത്ര മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ പുള്ളിക്കാരി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇത് പറയാനെ കൊണ്ടുള്ള ഒരു ധൈര്യവും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും വേണ്ടതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി ഇപ്പം തമിഴ് ചാനലുകളിലൊക്കെ വരുന്ന കുറച്ച് അഭ്യൂഹവും കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് മറ്റേ DMK ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് ഭയങ്കര കണക്ഷൻ, അത്രയും ഹോൾഡൊക്കെ ഉള്ളൊരു കുടുംബമാണ് വിക്രം, ഇവരുടെ ഈ ഒരു കുടുംബം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളപ്പോഴത്തേക്കിന് ആ ഒരു കുടുംബത്തിലെ ഒരു അംഗത്തെ പറ്റിയിട്ട് അല്ലെങ്കിൽ വിക്രമിൻ്റെ മകനായിട്ടുള്ള ധ്രുവിനെ പറ്റിയിട്ട് ഇങ്ങനൊരു കാര്യം വന്ന് പിന്നീട് പുറത്ത് പറയുമ്പോഴത്തേക്കുണ്ടാകുന്ന കോൺസിക്വൻസസ് ചിലപ്പോൾ ഈ ഒരു ഫീൽഡിൽ നിന്ന് തന്നെ ഔട്ടായി പോകാം. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ആ വെല്ലുവിളികൾ പോലും നോക്കാതെ പിന്നീട് ഇനി മറ്റുള്ള ആളുകളാണെങ്കിൽ പോലും താൻ നിൽക്കുന്ന റിലേഷൻഷിപ്പ് ഒരു റെഡ് ഫ്ലാഗ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ അവർ സ്വയം തിരിച്ചറിയണം, അവരൊരു നാർസിസ്റ്റ് ആണെന്നുള്ള അറിയണം എന്നുള്ള രീതിയിൽ അങ്ങനെ ആൾക്കാർക്ക് കൂടെ കുറച്ചുകൂടി ഉപകാരപ്രദമായിട്ടുള്ള ആ രീതിയിലൊക്കെ തന്നെ പുള്ളിക്കാർ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഇതിനകത്ത് ഈ ഒരു നാർസിസ്റ്റിക് ബിഹേവിയറിന്റെ ഈ ഒരു സാധനം പറയുമ്പോൾ കുറേ ആൾക്കാർ ഇപ്പോൾ പുള്ളിക്കാരിനെ വന്നിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ശരിയാണ്, ഇങ്ങനെ കുറേ ആൾക്കാരുണ്ടെന്നൊക്കെ ഉള്ളത്. എന്നാൽ ഇതേ ചില ആളുകൾ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ചില ആളുകൾ തന്നെ മറ്റ് പല കോണ്ടസ്റ്റുകൾ വരുമ്പോഴത്തേക്കിന് അവർ എക്സ്ട്രീം ലെവൽ നാർസിസ്റ്റുകളായിട്ട് മാറും നമുക്ക് കാണാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളുടെ പല വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്തേക്കിന് ഇപ്പോൾ ഈ വസ്ത്രധാരണത്തെ പറ്റിയിട്ട് പലരും ചർച്ചയാക്കിയിട്ട് അത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റൊരാളുടെ ഇപ്പോൾ റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരല്ല അല്ലാതെ തന്നെ വെറുതെ മറ്റൊരാളുടെ ഇതിലായിട്ട് പോയിട്ട് കടന്ന് ആക്രമിച്ചിട്ട് അവരുടെ വസ്ത്രധാരണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഒരു കൂട്ടം ആൾക്കാർ വരുമല്ലോ.
അപ്പം നമ്മളിത് വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇത് ചെയ്യാൻ പാടില്ല, അതൊക്കെ ഓരോരുത്തർ ഫ്രീഡം ആണെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കമന്റ് ബോക്സിൽ തന്നെ ചില ആളുകൾ വന്ന് പറയുന്ന സംഭവമാണ്, അങ്ങനെയാണെങ്കിൽ നിന്റെ ഭാര്യനെ നമ്മൾ കല്യാണം പോലും കഴിച്ചില്ല, അതിനുള്ള പ്രായം പോലും നമുക്കായിട്ടില്ലേ, അപ്പം നമ്മുടെ അടുത്ത് പറയാണ് നിന്റെ ഭാര്യനെ ആണെങ്കിൽ നീ ഇങ്ങനെ ഒരുക്കിക്കൊണ്ട് നിർത്തുക അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരെ ഇത് പറയണം, അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, നീ ഇവരെ തുണി ഇല്ലാതെ കൊണ്ട് നിർത്ത് എന്നുള്ള രീതിയിൽ കമന്റുകൾ പറയാൻ നമുക്ക് കാണാൻ സാധിക്കുമേ. ആക്ച്വലി ഒരാളുടെ സ്വാതന്ത്ര്യം എന്ന് ഇപ്പോൾ വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരാള് അവർക്ക് തുണിയില്ലാതെ നടക്കാൻ വേണ്ടിയിട്ട് പറയുന്ന സാധനമാണെന്നുള്ളതല്ല. പക്ഷെ ഇവര് അങ്ങനെ ആക്കി അങ്ങ് തീർക്കണം, തുണിയില്ലാതെ ഒരു തുണിയില്ലാതെ ന്യൂഡായിട്ട് ആൾക്കാർക്ക് നടക്കാന്നുള്ളത് വരുത്തി തീർക്കണം. എന്നിട്ട് അതൊക്കെ ഓരോരുത്തർ സ്വാതന്ത്ര്യമല്ലേ എന്ന് പറയുമ്പോഴത്തേക്കിന് എന്നാൽ പിന്നെ നീ ഇങ്ങനെ അങ്ങ് അവരെ കൊണ്ട് നടത്തിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ ഒരാൾക്ക് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് എന്തിനാണ് നമ്മളുടെ അടുത്ത് അനുവാദം ചോദിക്കുന്നത്? അത് ഓരോരുത്തരുടെ ചോയ്സാണ്. ഒരാൾക്ക് ഫ്രീഡം കൊടുക്കാനെ കൊണ്ട് അത് നമ്മുടെ കയ്യിലാണോ അതിരിക്കുന്നത്? അത് ഓൾറെഡി അവർക്കുള്ള സാധനമാണ്. എന്തിനാണ് നമ്മളായിട്ട് ഒരാൾക്ക് കൊടുക്കുന്നത്, അല്ലേ? അപ്പം അങ്ങനെ ഒരു സാധനമാണ്. അതായത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഫ്രീഡത്തിൽ നിന്ന് വേണം അവർ കാര്യങ്ങൾ ചെയ്യാൻ എന്നുള്ള രീതിയിൽ പറയുന്ന ഒരു കൂട്ടം ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. ദ സെയിം തിങ് തന്നെയാണ് ഒരു റിലേഷൻഷിപ്പിലോട്ട് വരുമ്പോഴത്തേക്കിന്, അല്ലേ? അതായത് ഇപ്പോൾ ഒരാൾ നാർസിസ്റ്റ് അല്ലെങ്കിൽ കൂടി ചില ആളുകൾ ബാക്കിയുള്ള ആൾക്കാർ ഇതുപോലെ നോർമലായിട്ട് ബിഹേവ് ചെയ്യുന്ന കാണുമ്പോഴത്തേക്കിന് അവർക്കതൊരു അബ്നോർമൽ ആയിട്ട് ഫീൽ ചെയ്തിട്ട് അത് നിങ്ങളും നാർസിസ്റ്റ് ആയിട്ട് മാറണം എന്നുള്ള രീതിയിൽ പറയാതെ പറയുന്ന പ്രവൃത്തികൾ നമുക്ക് പലപ്പോഴും നമുക്ക് സോഷ്യൽ മീഡിയയിലെ കമന്റ് സെക്ഷനിലാണെങ്കിൽ വീഡിയോസിനകത്തൂടെ ആണെങ്കിലൊക്കെ നമുക്ക് പലരുടെയും ഇത് നമുക്ക് കാണാൻ സാധിക്കും. പല ആളുകളും ഇത് ഐഡന്റിഫൈ ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാര്യം വെച്ചാൽ ഈ നാർസിസ്റ്റുകളായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു മനോഭാവമുള്ള ആളുകളുടെ മുന്നിൽ വളരെ നോർമൽ ആയിട്ടുള്ള ആളുകൾ, വളരെ ഫ്രീ തിങ്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ മുന്നിൽ അബ്നോർമലാണ്. എന്നാൽ നോർമൽ ആയിട്ടുള്ള ആളുകളുടെ മുന്നിൽ ഇവരല്ലേ ശരിക്കും അബ്നോർമൽ. അപ്പോൾ ഇവർ നേരെ ഇത് തിരിച്ചാണ് ചിന്തിക്കുന്നത്. എന്നാൽ ഇത് സ്വയം റിയലൈസ് ചെയ്യാനുള്ള ഒരു ബോധം പൊക്കണം അവർക്കില്ല. എന്നാൽ ഇതുപോലൊരു സംഭവം വരുന്ന സമയത്തേക്കിനും കണ്ടോടാ പാവട അനുപമ പരമേശ്വരൻ എന്തോരം ആക്കൊച്ച് സഹിച്ചെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇതിൽ പറയുന്ന പല ആളുകൾ തന്നെ ശരിക്കും നാർസിസ്റ്റിക് മനോഭാവമുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. ഇപ്പം ഈ അടുത്ത് നമ്മളുടെ ഒരു സുഹൃത്തിൻ്റെ ഒരു കേസ് അവൾ പറഞ്ഞതാണ്. അവളുടെ ഒരു റിലേഷൻഷിപ്പിൽ കുറേ നാളായിട്ട് അവൾക്ക് ക്രഷ് അടിച്ച് കിടന്ന് അങ്ങനെ ലാസ്റ്റ് റിലേഷനൊക്കെ സെറ്റായിട്ട് അങ്ങനെ പോകുന്ന സമയത്തേക്കിന് ഈ അനുഭവ പരമേശ്വരൻ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ട്രോമ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. അവർക്ക് ഈ പറയുന്ന സെയിം വാല്യൂസ് ആണ് രണ്ടുപേർക്കും ഉള്ളതിൽ. അങ്ങനെ ഒരു ഫീല് കാര്യങ്ങളൊക്കെ ആ ഒരു മിറർ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നീട് അവരുടെ ഈ കാര്യങ്ങളിലോട്ട് അവർ പോലും അറിയാതെ നിയന്ത്രണം ഏർപ്പെടുന്ന തലത്തിലോട്ട് ആ ഒരു വ്യക്തി ഇങ്ങനെ മാറിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇവർ അനുപമ ഇതിനകത്ത് പറയുന്ന പോലെ തന്നെ അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നതിനൊക്കെ ആൾക്കൊരു പ്രശ്നവും ഇല്ല എന്നുള്ള രീതിയിലാണ് ആൾ പറയുന്നത്. എന്നാൽ പുള്ളി പറയുന്നൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുരിദാർ ധരിച്ചിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ചുരിദാർ ഇത് നിനക്ക് സൂപ്പർ ആയിരുന്നു, മറ്റേ അത്രയും കൊള്ളൂല കേട്ടോ, ഓക്കെ അല്ല എന്നൊക്കെ ആദ്യ കാലങ്ങളിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു. പോകെ ഇപ്പോൾ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ലീവ്ലെസ് ടോപ്പ് ഇട്ട് കഴിഞ്ഞാൽ അത് ആൾക്ക് പ്രശ്നമാണ്. സ്ലീവ്ലെസ് ടോപ്പ് ഇടാൻ പാടില്ല, നീ എന്തിനാണ് ഇതിട്ടത്, അങ്ങനെ പുറത്തിറങ്ങാൻ പാടില്ല, ഞാൻ മാത്രം കാണണ്ടല്ല, അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ഒരു രീതിയിൽ. അതും കഴിഞ്ഞിട്ട് ആള് പറയുന്നത് ലിപ്സ്റ്റിക് ഇടാൻ പാടില്ല, കണ്ണെഴുതാൻ പാടില്ല, ഒരുങ്ങി പുറത്തിറങ്ങാൻ പാടില്ല, മുടിയിൽ കളർ ചെയ്യാൻ പാടില്ല, അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളായിട്ട്. ബാക്കി എന്നാലും ലിപ്സ്റ്റിക് ഒക്കെ ഇടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതുവരെ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാവുകയാണ്. ആളുടെ ഒരു വർക്ക് സ്പേസിൽ ആളെ നിങ്ങൾക്ക് പറഞ്ഞാൽ വെച്ചാൽ പറയുന്നൊരു വ്യക്തിയായിരിക്കും. ആളുടെ ഒരു വർക്ക് സ്പേസിൽ ഇരുന്നുകൊണ്ട് ആള് ഇപ്പം വർക്ക് അല്ലാതെ ഫ്രീ ടൈമിൽ ഇരിക്കുമ്പോൾ വീഡിയോ കോൾ ചെയ്തിട്ട് അടുത്ത ആൾക്കാരുണ്ടെങ്കിൽ പോലും വീഡിയോ കോൾ ചെയ്തിട്ട് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടേക്കാണെങ്കിൽ തുടക്കടിയിൽ ഇതിൽ ലിപ്സ്റ്റിക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ടോക്സിക്കിൽ പോകുന്ന കുറച്ച് ആൾക്കാർ, അതുപോലത്തെ കുറച്ച് ആൾക്കാരും ഉണ്ട്. എന്നാൽ ഇതൊക്കെ ഇവര് ആ ഒരു ഓപ്പോസിറ്റ് പാർട്ണർ പോലും അറിയാത്ത രീതിയിലാണ് അവർക്കിടയിലോട്ട് ഈ നിയന്ത്രണം ഏർപ്പെടുത്തി തുടങ്ങുന്നത്. അപ്പൊ ഇത് ഫസ്റ്റ് ഇത് കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലായി ഇവളിത് പറയുമ്പോൾ സംഭവം ആളൊരു റെഡ് ഫോറസ്റ്റ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് ഇവക്കിത് മനസ്സിലാവുന്നത് തന്നെയാണെങ്കിൽ ഇവരുടെ റിലേഷൻ ലാസ്റ്റ് ഒരു ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ട് ബ്രേക്കപ്പ് ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അതും കഴിഞ്ഞിട്ടാണ് ആൾക്ക് മനസ്സിലാവുന്നത് അവനൊരു റെഡ് ഫ്ലാഗ് ആയിരുന്നു എന്നുള്ളത്. ഇപ്പോഴും ഇങ്ങനെ റിലേഷൻഷിപ്പിൽ പല ആൾക്കാരും ഇതേപോലെ മനസ്സിലാവാതെ താൻ നിൽക്കുന്നത് ഒരു റെഡ് ഫ്ലാഗിൻ്റെ ഒപ്പം അല്ലെങ്കിൽ റെഡ് ഫോറസ്റ്റിന്റെ നടുക്കാണ് നിൽക്കുക എന്നുള്ളത് റിയലൈസ് ചെയ്യാതെ ഐഡന്റിഫൈ ചെയ്യാതെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരും ഉണ്ട്. അറ്റ് ദ സെയിം ടൈം ഞാനൊരു നാർസിസ്റ്റ് അല്ല എന്ന് പറഞ്ഞിട്ട് ആ സെയിം പരിപാടി കാണിക്കുന്ന പല ആൾക്കാരും നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ആൻഡ് ഇങ്ങനെയുള്ള ആളുകൾ ഇപ്പം ഈ നാർസിസ്റ്റിക് മനോഭാവമുള്ള ആൾക്കാർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഇവർ ബാക്കിയുള്ള വളരെ നോർമലായിട്ട് പോകുന്ന ആൾക്കാരെ കൂടി അങ്ങനെ ആക്കാനെ കൊണ്ട് ശ്രമിക്കണം. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് അത് അബ്നോർമലാണ്, ഇവർ അതിനകത്ത് വേറെ കാര്യങ്ങൾ പറയാനെ കൊണ്ട് തുടങ്ങും. ഓക്കെ, ഇപ്പം നിങ്ങൾ ഞാൻ ഈ ഡ്രസ്സിന്റെ ഈ സംഭവത്തിൽ ചർച്ചയാക്കുന്ന ഈ സംഭവം രണ്ടായിട്ട് കാണാൻ നിങ്ങൾ ശ്രമിക്കേണ്ട ഒരു കാര്യം തന്നെയാണിത്. ഒന്ന് ശരിക്കും ഇരുത്തൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ബാക്കി കേൾക്കാം. സ്റ്റാർട്ട് ടേക്കിംഗ് കൺട്രോൾ. അത് ഭയങ്കര സ്വീറ്റ് ആയിട്ട് അവരെടുക്കുക. അത് ലൈക്ക് ഭയങ്കര സ്ട്രാറ്റജിസ്റ്റ് ആണ് ആക്ച്വലി. നമ്മൾ കൺട്രോൾ ആണ് അനുവിനെ ഫേസ് ചെയ്യേണ്ടി വന്നത്. ഇവരെ കൺട്രോൾ എന്ന് വെച്ചാൽ ഇവർ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ അടുത്ത് പറയാം, ശരി ഈ ഡ്രസ്സ് ഇടണ്ട എന്ന് പറഞ്ഞാൽ യു അണ്ടർസ്റ്റാൻഡ് സംതിങ് നോട്ട് റൈറ്റ്. ദാറ്റ്സ് നോട്ട് ഹൗ ഇറ്റ് ഇസ്. നമ്മളെ കൊണ്ട് തന്നെ നമ്മുടെ ബ്രാഞ്ചസ് കട്ട് ചെയ്യുക എന്നുള്ളതാണ് അവർ ഏറ്റവും വലിയ സ്ട്രാറ്റജി. അതായത് അവർ കറക്റ്റ് ഡയറക്റ്റ് ആയിട്ടുള്ള. അപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ പറയാം, ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഒരു ദിവസം യു ആർ എ പേഴ്സൺ ഹു വെയർ ജീൻസ് ആൻഡ് ടോപ്പ് എവറി ഡേ. And then one day you feel like wearing a churidar. You walk in with a churidar. This person sees you and you're like, oh, baby, you look so beautiful in churidar. This is the best thing. You look like my wife material. And then you're like, oh,
in the Chetan, oh my God, he likes it so much. So let me buy one more churidar. Like that, one churidar becomes 2 churidars, 3 churidars, 4 churidars. And then you're in churidars. നമ്മൾ തന്നെ അറിയുന്നില്ല വേഷം മാറി. മാറുന്നത്. We transform like that. Baby, the way you were sitting at the dining table and talking today, you were like very controlled, you were very classy, you were very silent. Now you're silent. Because my partner likes it. ഡൈനിങ് ടേബിളിൽ ഉറക്കെ ചിരിച്ച് സംസാരിക്കുന്ന ആള് ഓ സൈലന്റ് ആയി കഴിയുമ്പോൾ ചേട്ടൻ ഇഷ്ടം. സോ യു ലൈക്ക് ഓ ഹി ലൈക്സ് ഇറ്റ്, സോ ലെറ്റ് മീ ബി ദാറ്റ് വേ. പിന്നെ നമ്മൾ ഇവന്റ്സിന് പോകാൻ വെക്കുക, ഓ ബേബി വൈ ഡു യു വാണ്ട് ടു വെയർ സ്ലീവ്ലെസ് ടുഡേ, ഇറ്റ്സ് വെരി ഹോട്ട് ഔട്ട്സൈഡ്, maybe something other comfortable than me. You'll be like, oh, he cares for me so much, my sleeveless, oh right, I'll change my outfit this time. Next time, even before the event, he'll ask you, what outfit are you wearing today, baby? നമ്മൾ options നമ്മൾ send ചെയ്ത് കൊടുക്കും. Then it becomes mandatory that you send that person photos for permission, what you wear. And then you start wearing whatever that person decides. Other than Instagram, you post something and the person can't say, you think that photo was appropriate, I think you should avoid that photo. അപ്പോൾ നമ്മൾ ഉടനടി ആ Instagram photo, we delete that picture. Instantly repost it again. And from the next time, he deleted the repost ചെയ്യുന്നേക്കാൾ എളുപ്പം എന്താ, ചേട്ടൻ അയച്ചു കൊടുക്കുക, ചേട്ടൻ will accept it and then take the approval and post. You post a comment, otherwise it shows that you're more affectionate towards your audience. So better you ask ചേട്ടൻ for comment. Your song is looking a little കുറച്ചും കൂടി എന്താ പറയുക, what do they call, desperate or something. Like ചേട്ടൻ only select the choice. ഞാൻ പറഞ്ഞ എൻ്റെ മറ്റേ ഫ്രണ്ടിൻ്റെ കേസിനകത്ത് നെയിൽ പോളിഷ് ഇല്ലേ, നെയിൽ പോളിഷ് പോലും ഇടാൻ പാടില്ല. നെയിൽ പോളിഷ് അഥവാ ഇടുകയാണെന്നുണ്ടെങ്കിൽ ആൾക്ക് ഇഷ്ടമുള്ള കുറച്ച് കളേഴ്സ് ഉണ്ട്, അത് മാത്രമേ ഇടാൻ പാടുള്ളൂ. പിന്നെ പലരും ഇങ്ങനെയാണ്, ഇപ്പം ഈ സമയത്തൊക്കെ ആണെങ്കിൽ ഇപ്പം പല ആൾക്കാരുടെ ഇവരെ ഈ പുള്ളിക്കാരിനെ കളിയാക്കി പറയാലോ കേട്ടോ, അല്ലാതെ കുറച്ച് ആൾക്കാരുണ്ട്, അയ്യോ ഏട്ടായി പറയുന്നതേ നമ്മൾ കേൾക്കും, ഏട്ടായി എന്ത് പറഞ്ഞാലും നമുക്കൊക്കെ എന്ന് പറഞ്ഞ് നടക്കുന്ന കുറച്ച് കാന്താരികളുണ്ട്. ഈ കാന്താരികളുടെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏട്ടായി ഇവരെ ഈ പറയുന്ന ഇവരുടെ ഫ്രീഡത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് അവരുടെ ഒരു സ്വാതന്ത്ര്യം അവർക്ക് നഷ്ടപ്പെടുത്തി അവരെ ഒരു കൂട്ടിനകത്ത് ഇടുകയാണെന്നുള്ളത് അവർ സ്വയം റിയലൈസ് ചെയ്യുന്നില്ല. അപ്പം ചുരിദാർ കൊള്ളാം എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ചുരിദാർ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ മതി, ഈ നാർസിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർക്ക് ചുരിദാർ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം എന്താണെന്ന് പറഞ്ഞാലും ശരി, ബാക്കി ഏത് ഡ്രസ്സിനെ പറ്റിയിട്ട് അപ്രിഷിയേറ്റ് ചെയ്തില്ലെങ്കിൽ പോലും ചുരിദാർ ഇട്ട് കഴിഞ്ഞാൽ നല്ലതാ മോളെ, കിടിലെന്ന് പറയുന്നത് ഇത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി പറയും. എന്നാൽ വേറൊരു ഡ്രസ്സ്, ഇപ്പം നേരത്തെ പറഞ്ഞ ഒരു സ്ലീവ്ലെസ് ടോപ്പോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ളവർക്ക് വേറെ ഏതെങ്കിലും കുറച്ച് ഡ്രസ്സുകൾ ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഡ്രസ്സുകളിലൊന്നും നല്ല അഭിപ്രായം പറയില്ല. ശ്രദ്ധിച്ചാൽ മതി, അവർ ബാക്കി ഏത് ഡ്രസ്സല്ല, അവർക്ക് വളരെ കിടിലമായിട്ട് ചേരുന്ന ബാക്കിയുള്ള ഡ്രസ്സുകൾ ഉണ്ടായിരിക്കും, എങ്കിൽ പോലും ചുരിദാർ ഇട്ട് കഴിഞ്ഞാൽ അതും അതിനെപ്പറ്റി മാത്രമേ പറയുള്ളൂ നല്ലതാണെന്ന്. ബാക്കിയുള്ള ഒരു ഡ്രസ്സ് അവരുടെ മുന്നിൽ നല്ലതല്ല, വളരെ മോശം ഡ്രസ്സാണ്, അതിടാൻ പാടില്ല, അത് ചെയ്ത് കഴിഞ്ഞാൽ എന്തോ മഹാപരാധമാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കുക, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എങ്ങനെയാണോ നിങ്ങളുടെ ടേട്ടായി ഇതുപോലെ നിങ്ങൾ ചുരിദാർ ഇടുമ്പോൾ മാത്രം നിനക്ക് ചേരുന്നുണ്ട്, നല്ലതാണെന്ന് പറയുന്ന ആൾക്കാരാണോ? മനസ്സിലാക്കിക്കോ, ആളുടെ ഉള്ളിൽ ഇങ്ങനെ പുകഞ്ഞ് നിൽക്കുന്ന വലിയൊരു നാർസിസ്റ്റിക് മനോഭാവം ഉണ്ടെന്നുള്ളത്. നമ്മുടെ ഈ സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ പറയില്ലേ, എൻ്റെ ഏറ്റവും വലിയ പ്രൈഡായിരുന്നു ഹൗ പ്രൊഫഷണൽ ഐ ആം ആസ് എൻ ആക്ടർ. 2 വർഷം ഇത്രയും ഒരു അൺപ്രൊഫഷണൽ ആയിട്ടുള്ള അൺഎത്തിക്കൽ ആയിട്ടുള്ള ഒരു ആക്ടറിനെ കണ്ടിട്ടേ ഉണ്ടാവില്ല. ഐ ബിക്കം ദാറ്റ് അൺബിലീവബിൾ. അതായത് ഞാൻ ഭയങ്കര പങ്ക്ച്വലാണ്, ഞാൻ ഭയങ്കര പ്രൊഫഷണലാണ്, എനിക്ക് വർക്കിനോട് ഭയങ്കര പാഷൻ ആയിരുന്നു. എവറി പാർട്ട് ഓഫ് മീ വാസ് ഡെഡ്. അതിനുശേഷം തനിക്കിഷ്ടമുള്ള വർക്ക്, താൻ ചെയ്യുന്ന വർക്ക് അതുപോലും ചെയ്യാൻ പറ്റാത്ത രീതിയിലോട്ട് ആ ഒരു വ്യക്തി മാറുന്നു. നമ്മൾ ടോട്ടലി ഡെഡ് ആയ പോലെ നമ്മളെ മാറ്റി കളയുമ്പോഴത്തേക്കിന് പിന്നെ നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത്? നമ്മളൊരു റിലേഷൻഷിപ്പിൽ പോകുമ്പോഴത്തേക്കിന് ഈ വാടിക്കിടക്കുന്ന ചെടിക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് അതിന് വീണ്ടും ഒരു പുതുജീവൻ വെക്കുന്നു എന്ന് പറയുന്ന പോലെ അങ്ങനെ ആയിരിക്കേണ്ട ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അതായത് എല്ലാവരും വാടിക്കിടന്നിട്ടേ പോയി റിലേഷൻ, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഇങ്ങനെ ഒരു ട്രോമയിലൂടെ കടന്നു വന്നിരിക്കുന്ന ഒരാൾ അത് പിന്നീട് ഷെയർ ചെയ്യുന്നു, അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലൊക്കെ അയക്കുന്ന ആൾക്കാർ വീണ്ടും പോസിറ്റീവായിട്ടുള്ള നല്ല കുറച്ച് മൊമെന്റ്സിലോട്ട് കാര്യങ്ങളൊക്കെ പോകേണ്ടുന്ന ആ ഒരു സ്ഥാനത്ത് നിന്ന് നേരെ ആ ഒരാളുടെ ജോലി ലൈഫിലൊക്കെ തൻ്റെ കരിയറിലോട്ടും ഇതുപോലെ കടന്നാക്രമിച്ചിട്ട് ഈ ഒരു അവസ്ഥയിലോട്ട് പോകുമ്പോഴത്തേക്കിന് എത്രത്തോളം സഹിച്ചിട്ടായിരിക്കും ആ ഒരു വ്യക്തി അതിനകത്ത് നിൽക്കുന്നത്. ആൻഡ് പലരും ഇത് റിയലൈസ് ചെയ്യാനെ കൊണ്ട് ഇത്രത്തോളം കാലതാമസം എടുക്കുന്നുള്ളതാണ് വലിയൊരു കാര്യം. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരാൾ ഈ ഒരു ലോകം തന്നെ ആ ഒരാളിലോട്ട് ഒതുങ്ങിപ്പോകുന്നു. അങ്ങനെ ഒരു സമയത്തേക്ക് നമ്മൾ ചുറ്റും ഒന്നും ചിന്തിക്കുന്നില്ല. ആ ഒരാളുടെ സന്തോഷം, ആ ഒരാളുടെ ഹാപ്പിനെസ് ഉണ്ടാവണം എന്നുള്ള നിലയിലോട്ട് ആ ഒരാളുള്ള അധികമായിട്ടുള്ള സ്നേഹം കാരണം അങ്ങനെ നിന്ന് കൊടുക്കുകയാണ് പല ആൾക്കാരും. പക്ഷെ മനസ്സിലാക്കുക, എത്ര നാൾ ഇങ്ങനെ നമ്മൾ ഒരാളുടെ സ്നേഹത്തിന്, അയാളുടെ ഒരു നല്ല വാക്കുകൾക്ക് വേണ്ടിയിട്ട് നമ്മളല്ലാണ്ടായി മാറണം. നമ്മളായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾ വേണ്ടേ നമ്മുടെ പാർട്ട്ണറായിട്ട് വരാനൊക്കെ. അങ്ങനെ അല്ലാത്ത ആൾക്കാരാകുമ്പോഴത്തേക്കിന് ഇതുപോലെ ഈ കുക്കറിനകത്ത് കിടന്ന് ഇങ്ങനെ വെന്ത് ഉരുകുന്ന പോലെ ഉള്ളൊരവസ്ഥയായിരിക്കും. എന്താണെങ്കിലും ഇത് പറയാനെ കൊണ്ട് കാണിച്ചിരിക്കുന്ന ഒരു ധൈര്യം എന്താണെങ്കിലും അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്.
കാര്യം തമിഴ് ചാനലിലൊക്കെ ഇങ്ങനെ കുറച്ച് അഭ്യൂഹങ്ങളൊക്കെ വരുന്നൊരു സംഭവത്തെ പറ്റിയിട്ടാണെങ്കിൽ ആലപ്പി അഷ്റഫ് പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു, നമുക്കതൊന്ന് കേൾക്കാം. വിക്രമിന്റെ അമ്മ ശൈലജ മലയാളിയാണ്. ശൈലജയും വിക്രമും തമ്മിലുള്ള വിവാഹവും പ്രണയ വിവാഹമായിരുന്നു. അവർക്ക് ധ്രുവ് കൂടാതെ ഒരു മകൾ കൂടിയുണ്ട്. മകൾ അക്ഷിതയെ വിവാഹം കഴിച്ചു കൊടുത്തിരിക്കുന്നത് കരുണാനിധിയുടെ മൂത്ത മകനായ മുത്തുവിന്റെ കൊച്ചുമകനെ കൊണ്ടാണ്. അതുവഴി ഈ കുടുംബത്തിനും വലിയ രാഷ്ട്രീയ സ്വാധീനമുണ്ടായി. ചില തമിഴ് ചാനലുകളിൽ ചിലർ പറയുന്നത് കേട്ടു, ഇത്രയും നാൾ ഈ 2 വർഷക്കാലം അനുപമ ഒന്നും തുറന്നു പറയാതിരുന്നതിന്റെ കാരണം അന്ന് ഭരണത്തിലിരുന്ന DMK ഭയന്നിട്ടാണെന്ന്. അന്ന് അങ്ങനെയുള്ള തുറന്നു പറച്ചിലുകൾ നടത്തിയിരുന്നുവെങ്കിൽ അനുപമയ്ക്ക് സിനിമയിൽ നിന്ന് മാത്രമല്ല തമിഴ്നാട്ടിൽ നിന്ന് പോലും എന്നേക്കുമായി ഗുഡ് ബൈ പറയേണ്ടതായി വന്നേനെ. ഇതൊക്കെ തമിഴ് ചാനലുകളിൽ വന്ന വാർത്തകളാണ്. ഇതിലൊക്കെ എത്രത്തോളം സത്യമുണ്ടെന്ന് ഈ ഒരു സംഭവത്തെ പറ്റിയിട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കോൺസിക്വൻസസ് ഒക്കെ ഉണ്ടാവില്ലേ എന്നൊക്കെ ഒരു ധന്യവർമ്മ ഇന്റർവ്യൂവിൽ ചോദിക്കുന്ന സമയത്തേക്കിന് പുള്ളിക്കാരി പറയുന്നതോടെ നമുക്ക് കേൾക്കാം. ഐഡന്റിഫൈ ചെയ്യാനുള്ള ഇന്റൻഷൻ ആ ഒരു ടൂൾ കൊടുക്കാൻ വേണ്ടിയാണ് യു ആർ ഷെയറിംഗ് ദിസ് ടു എവരിബഡി ഔട്ട് ദേർ. നോട്ട് ഈവൻ വറീഡ് അബൌട്ട് ദ കോൺസിക്വൻസ്. Definitely not, Chechi. അനു, ഞാൻ അതാണ് ചോദിക്കുന്നത്. ലൈക്ക് ഇങ്ങനെ സംസാരിക്കുമ്പോൾ there is going to be a backlash. How are you going to protect yourself from the backlash? I'm not waiting for anyone's validation, Chechi, at this point. I'm not. I know I'm true. അതാണ്, sometimes people misunderstand silence for maturity, but sometimes silence could also be fear. I'm not scared. If someone else is silent, it could be the fear that certain truth might come out. So, and if I am ready, അതായത് എനിക്കറിയാം ആ ബുദ്ധിമുട്ട് എന്താണെന്ന്. എനിക്ക് ഇപ്പോൾ സൊസൈറ്റിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, അവിടെ ഇവിടെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊന്നും എനിക്കറിയാത്ത, എനിക്ക് വ്യക്തമായിട്ട് അറിയാത്ത കാര്യങ്ങളാണ്. പക്ഷെ ഞാൻ അനുഭവിച്ച ഒരു കാര്യം, അതിന്റെ സീരിയസ്നെസ് അറിഞ്ഞിട്ട് പോലും എനിക്കത് ഒരു 5 പേരെങ്കിലും രക്ഷപ്പെടുത്തിയാൽ മതി. ഒരു 5 പേരെങ്കിലും ഇപ്പോൾ ഈ ഇന്റർവ്യൂ കണ്ടിട്ട് ഈ അനുപമ കിടന്ന് ഇങ്ങനെ നാർസിസിസം എന്ന് പറഞ്ഞ് എന്ത് ശല്യം എന്ന് വിചാരിച്ച് ഒരു 2 പേര് പോയത് ഗൂഗിൾ ചെയ്താൽ മതി. അവരുടെ അൽഗോരിതത്തിൽ ഇങ്ങനെ വന്ന് പെട്ടാൽ മതി. ഒരു പക്ഷേ ഇപ്പോൾ അവർക്കല്ലെങ്കിൽ പോലും അവരുടെ ഫ്രണ്ട് ഇതേപോലെ എന്തെങ്കിലും ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ കൂടെ കടന്നു പോകുകയാണെങ്കിൽ ഇനി നീ അനുപമയുടെ വീഡിയോ കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ നാർസിസിസം എന്ന് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ, വൈ ഡോണ്ട് യു റിസർച്ച് അബൌട്ട് ഇറ്റ് എന്ന് ചോദിച്ചാൽ ദാറ്റ് ഇസ് മൈ സക്സസ്. എൻ്റെ കരിയറിൽ എനിക്ക് നാളെ എനിക്ക് വലിയ പവറുള്ള ഇൻഫ്ലുവൻസ് ഉള്ള ആളൊന്നുമല്ല. ഐ കെയിം ഓൾ ബൈ മൈസെൽഫ് ഫ്രം സീറോ. ഐ കെയിം എൻ്റെ സ്റ്റുഡൻറ് ലോൺ എടുത്ത അക്കൗണ്ടിലേക്കാണ് എൻ്റെ ഫസ്റ്റ് സാലറി വന്നത്. ഐ പെയ്ഡ് മൈ സ്റ്റുഡൻറ് ലോൺ ഫ്രം ദെയർ. ഐ കെയിം ഫ്രം സീറോ ആൻഡ് ഐ ഹാവ് നോ ഫിയർ ടു ഗോ ബാക്ക് ടു സീറോ. പിന്നല്ല, അതൊക്കെ അത്രയേ ഉള്ളൂ. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇന്ത്യ ടുഡേ റൗണ്ട് ടേബിൾ തമിഴ്നാട് പ്രോഗ്രാമിനകത്ത് ധ്രുവിക്രം എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്കത് കേൾക്കാം. Journal, right? I've heard many of your past I'm a interviews. journal maniac. I What love do you to write journal. in them? I write, I draw, I doodle. I write. I mean, anyone that reads my journal will know truly who I am. But also, it is for me to find out who. പുള്ളി ഇവിടെ പറയുന്നത് പുള്ളി ജേണൽ എഴുതാറുണ്ട്, അതായത് ഈ ഡയറി പോലത്തെ സംഭവം എഴുതാറുണ്ട്. അപ്പം എൻ്റെ ആ ഒരു ജേണൽ വായിക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ എന്താണെന്നും ആരാണെന്നുള്ളത്. സംഭവം അപ്പുറത്ത് ഈ ഒരു സംഭവത്തിനകത്ത് അനുപമ പരമേശ്വരൻ പറഞ്ഞ പോലെയല്ല ശരിക്കും ഞാൻ എന്താണെന്നുള്ളത് ബാക്കിയുള്ളവർക്ക് എൻ്റെ ഇത് വായിച്ച് മനസ്സിലാക്കി എന്നൊക്കെ പറയുന്നുണ്ടായിരിക്കും. പക്ഷെ ഡയറക്റ്റായിട്ട് ആ ഒരു സാധനം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ വിവാദങ്ങളുടെ മുകളിൽ വിവാദമായി പോകും. അപ്പം ആൾക്കാരുടെ അടുത്ത് പറയണം, എന്നാൽ പറയാതെ പറയണം എന്നുള്ളൊരു സീനിന് ആ ഒരു മൂഡിലാണ് പുള്ളി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുതന്നെയായിരിക്കാം കമന്റ് ബോക്സിൽ ആൾക്കാർ പറയുന്നത് ഇതാളെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇന്റർവ്യൂ ആണോ എന്നുള്ള രീതിയിൽ. അതായത് ജേണലിന്റെ കാര്യം പറയുന്നു, എന്നിട്ട് അതിനകത്ത് പുള്ളി തന്നെ പറയുന്നു, അത് വായിക്കുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ എന്താണെന്നുള്ളത്. ഈവൻ എനിക്ക് പോലും ഞാൻ എന്താണെന്ന് മനസ്സിലാക്കാൻ ഞാനത് വായിച്ചാൽ മതി എന്നുള്ള രീതിയിലൊക്കെ പുള്ളി പറയുകയാണ്. No, Vicky Kaushal Dhruv in an interview had said that life and acting are very close. If you become a better human being, then you automatically become a better actor. And that really stuck with me. He said that having a clear conscience really helps him get better at his craft. Is that true for you also? Absolutely. I think playing any kind of role requires you to be extremely in tune with yourself, because you are now channeling a completely different side of you that maybe didn't necessarily exist until then. So I agree with Vicky Kaushal sir when he said that you need your conscience to be clear. You need to do the work, you need to journal, and constantly keep reflecting and aligning with your higher self. Yeah. ഇവിടെ വിക്കി കൗശൽ എന്ന് പറയുന്ന മറ്റൊരു ആള് ഇതുപോലെ പറഞ്ഞ മറ്റൊരു നടൻ ഇതുപോലെ പറഞ്ഞൊരു കാര്യമാണ്, നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആവുന്ന ഒരാൾക്ക് മാത്രമേ നല്ലൊരു നടനാവാൻ പറ്റും എന്നുള്ള രീതിയിൽ ആ സംഭവത്തോട് യോജിക്കുന്നു എന്നുള്ള നിലയിലാണ് ഇവിടെ ധ്രുവിക്രം മറുപടി പറയുന്നത്. ആൾക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷേ ഒന്നും അങ്ങോട്ട് വിട്ട് പറയാനേ പറ്റണില്ല, എന്നാൽ ചില കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. ഇനി ആളൊരു ഡൗൺ ടു എർത്ത് പേഴ്സൺ ആണെന്നുള്ള രീതിയിലൊക്കെ പറയാനെ കൊണ്ട് ആളുടെ ഒരു മമ്മിക്കൂളായിട്ട് റിലേറ്റഡ് ആയിട്ടൊരു ചോദ്യം കൂടെ സംസാരിക്കുന്നത് നമുക്ക് അതുകൂടെ കേൾക്കാം. Does it help to keep you grounded? You come from a very big family, you're in the same industry. Sometimes do you need that reality check? No, my journal doesn't keep me grounded. My mom keeps me grounded. My mom has been the one to ground the family and always make sure that growing up that my sister and I had ordinary lives. And yeah. ഇവിടെ ഇതിൻ്റെ ഇടയ്ക്ക് അനുപമ പരമേശ്വരൻ്റെ ഈ സംഭവം വന്നതിൻ്റെ ഒപ്പം തന്നെയാണെങ്കിൽ വിക്രമിൻ്റെ ഭാര്യ പുള്ളിക്കാരി അങ്ങനെ അധികം മീഡിയയിൽ പ്രസൻറ്റ് ചെയ്യുക കാര്യങ്ങളൊന്നും അങ്ങനെ അധികം ചെയ്യാറില്ല.
അപ്പം അങ്ങനെയുള്ള പുള്ളിക്കാരിയും ഇതുപോലെ ഒരു നാർസിസ്റ്റിക് ബിഹേവിയറിന്റെ കീഴിലാണ് പുള്ളിക്കാരിയും ജീവിക്കുക എന്നുള്ള രീതിയിലുള്ള അങ്ങനെയും കുറേ ചർച്ചകൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തേക്ക് പുള്ളി ഇവിടെ പറയുന്നതാണ്, എന്നെ ഗ്രൗണ്ടഡ് ആയിട്ട് ഡൗൺ ടു എർത്ത് ഒരു പേഴ്സൺ ആയിട്ട് നിർത്തുന്നത് എൻ്റെ സ്വന്തം അമ്മ തന്നെയാണ്. അപ്പം ധ്രുവ് വിക്രം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു താരചാടകളൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു വ്യക്തി തന്നെയാണ് എന്നെ ഗ്രൗണ്ടഡ് ആക്കുന്ന എൻ്റെ അമ്മയാണ് എന്നുള്ള രീതിയിലൊക്കെ തന്നെ പുള്ളി ഇവിടെ പറയുന്നത്. ആൻഡ് ഈ ഒരു ഇന്റർവ്യൂവിന്റെ കമന്റ് ബോക്സിൽ പോയി നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഒക്കെ കാണാൻ പറ്റും ഇത് പുള്ളിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇന്റർവ്യൂ എന്നുള്ള രീതിയിലൊക്കെ തന്നെ കുറേ സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കേ. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, എന്തൊക്കെയോ പുള്ളിക്ക് പറയണം എന്നുണ്ട്, എന്നാൽ എല്ലാം അങ്ങോട്ട് പറയാനും പറ്റില്ല. എന്നാൽ പറയാതെ ചില കാര്യങ്ങൾ പുള്ളി പറഞ്ഞു പോയിട്ടുണ്ട് ഇതിനകത്ത്. പിന്നെ ഇവിടെ അനുപമ പരമേശ്വരൻ പറഞ്ഞ പോലെ പുള്ളിക്കാരുടെ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടോ ഇത് ചർച്ചയാക്കപ്പെട്ടിട്ടോ ഒരു 4-5 പേര് ഇതുപോലെ അവർ സ്വയം തിരിച്ചറിയുന്നെങ്കിൽ ഇതുപോലെ ഒരു നാർസിസ്റ്റിക് ബിഹേവിയറിന്റെ ഒപ്പം അങ്ങനെയുള്ള ഒരാളുടെ ഒപ്പമാണോ താൻ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ചുവന്ന കൊടി പിടിച്ചവന്റെ കൂടാണോ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു കൊടും ചുവന്ന കാട്ടിലാണോ റെഡ് ഫോറസ്റ്റിലാണോ നിൽക്കുന്നുള്ളത് അവർക്ക് സ്വയം തിരിച്ചറിയാൻ പറ്റുന്നെങ്കിൽ അങ്ങനെ അറിയട്ടെ എന്ന് പറഞ്ഞ സംഭവം തന്നെ ഞാനിവിടെ റിപ്പീറ്റ് ചെയ്യാണ്. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ സ്വയം തിരിച്ചറിയുക, പുറത്ത് വരിക, ഇങ്ങനെ വീർപ്പ് മുട്ടി കഴിയേണ്ട ഒരാവശ്യവുമില്ല എന്നുള്ളതേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ നാർസിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർ ബാക്കിയുള്ളവർ ഇപ്പം നോർമലായിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ പോലും അവരെയും കൂടെ നാർസിസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് അവർ അങ്ങനെയല്ല, നിങ്ങളുടെ അതേ ബിഹേവിയർ അല്ല അവർക്കെന്നാണ് തോന്നിയിട്ട് അവർ നോർമൽ പേഴ്സൺസ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ, അയ്യോ എന്നാ നീ നിന്റെ വീട്ടുകാരെ അങ്ങനെ ചെയ്യിക്കടാ, ഇവരെ ഇങ്ങനെ ചെയ്യിക്കടാ, മറ്റേ ചെയ്യിക്കടാ, അതല്ല, നിങ്ങൾക്കത് കഴിയുന്നില്ല, നിങ്ങൾ ഇങ്ങനെ പിന്നെ അതിൽ പ്രൊവോക്ഡ് ആവുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അങ്ങനെ പ്രൊവോക്ഡ് ആവുന്ന ആൾക്കാർ നാർസിസ്റ്റുകളാണ്. ഓക്കെ, എന്താണെങ്കിലും ഇത്രയും കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ള തീർച്ചയായും കമന്റ് ബോക്സിൽ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി.